ഹലോ നമസ്കാരം, എല്ലാവർക്കും ആപ്പ് സ്റ്റൈൽസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കോസ്കോയിൽ ഷോപ്പിങ്ങിന് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ ഇങ്ങനെ ഇതിനകത്ത് എന്നെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റർ ചോദിച്ചായിരുന്നു കോസ്കോയിൽ പോകുന്നൊരു വീഡിയോ ഇടാവോ എന്ന്. ഓൾറെഡി ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഇന്ന് ഒന്നുകൂടെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, ഞാൻ ആസ് എ മലയാളി ഞാൻ എന്തൊക്കെയാണ് കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. നമുക്ക് കോസ്കോയിൽ കയറണമെങ്കിൽ കോസ്കോയുടെ കാർഡ് വേണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്യാം, ഇയർലിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർഡ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കയറായിരുന്നു. പക്ഷേ ഇപ്പം കാർഡ് ഹോൾഡർ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാർഡുള്ള ആരാണോ അവരുടെ ഫേസ് അതിൽ റെക്കഗ്നൈസ് ആകും. അതുകൊണ്ട് അവർക്ക് മാത്രം, അവരുടെ കൂടെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മുടെ കാർഡ് എടുത്ത് വേറൊരാൾക്ക് അല്ലെങ്കിൽ വേറൊരു ഫാമിലിക്ക് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പം ആ ഒരു സിസ്റ്റം ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. ഇലക്ട്രോണിക്സും പിന്നെ അതുപോലെ ജുവലറി ഉണ്ട് ആ ഭാഗത്ത്, അതൊക്കെ കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്കൊന്നും എടുക്കാൻ പ്ലാൻ ഇല്ല, അതുകൊണ്ട് ഞാൻ അധികം ഇവിടെ ഒന്നും കയറാത്ത കേട്ടോ. എല്ലാം മിക്കവാറും ഐഫോണ്, അതിൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം ഒന്നും ഇല്ല. അതുപോലെ ടാബ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ദേവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടി വരുന്നത് ഇവിടുത്തെ ജ്വല്ലറീസ് ഇതിലാട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നൊക്കെ. ഇതെല്ലാം സ്വർണത്തിൻ്റെ സെക്ഷനാണ്. ഇവിടെ വരുവാണെങ്കിൽ പേളിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. ഇവിടെ വരുവാണെങ്കിൽ കൂടുതലും അല്ലാത്ത മെറ്റൽസ് ഉണ്ടല്ലോ, അതായത് റോസ് ഗോൾഡ് പിന്നെ ഡയമണ്ട് അങ്ങനെ എല്ലാം കൂടെ ഉള്ള ടൈപ്പാണ്. പിന്നെ ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ ഡയമണ്ടിൻ്റെ ഏരിയ. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ക്ലോത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ ഇട്ടേക്കുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. കുറച്ച് ഓഫറൊക്കെ കാണും. തുണിയൊന്നും കുഴപ്പമില്ല, നമ്മൾ നോക്കിയെടുക്കണം. അത്യാവശ്യം ഒരു $10 ഉള്ളത് അത്യാവശ്യം നല്ലത്, അല്ലാത്തതൊക്കെ കുറച്ച് ഇതായിരിക്കും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കുട്ടികളുടെ സെക്ഷനാണ്. അവർക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പും അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാവുമ്പം ടോപ്പും പിന്നെ അതുപോലെ ട്രൗസറും അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടാണ് നമ്മൾ പ്ലേറ്റ്, പിച്ചാത്തി, പിന്നെ അതേ ഇത് കണ്ടില്ലേ കല്ല്, നമ്മുടെ അടുക്കളയിലെ മറ്റേ കല്ല്, ഇതുണ്ടല്ലോ മറ്റേ ഗംഗ, മറ്റേ മണിച്ചത്തേരെ ഗംഗ കാണിക്കുന്ന പോലെ എല്ലാ ഐറ്റംസും ഉള്ളത് ഇവിടെ കേട്ടോ. മറ്റേ എന്താണ് കപ്പ്, ഇതാണല്ലേ ഇങ്ങനത്തെ കപ്പുകൾ, പിന്നെ പ്ലേറ്റ് ഐറ്റംസ്, പിന്നെ എന്തുവായിരുന്നു, പിന്നെ ജാറ്, പാന്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു ഭാഗത്താട്ടോ. ഇത്തവണയാണെങ്കിൽ നമ്മുടെ ഇൻസുലേറ്റഡ് ഫുഡ് ജാർസ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ അടിപൊളിയാണ്. ഫുഡൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്, ചൂടാറാതെ നല്ല. ഇതിന് $33 കേട്ടോ. അതിൻ്റെ പല കളറും വന്നിട്ടുണ്ട് കേട്ടോ, ഇത്രയും കളേഴ്സ്. ഈ ഒരു ഐറ്റം കണ്ടോ, ഈ ഐറ്റം ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ കിച്ചണിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാനിത് വാങ്ങിക്കുമ്പോൾ ഇതിന് ഏതാണ്ട് $20 ആയിരുന്നു, $19. ഇപ്പം അതിൻ്റെ വില ഉണ്ട് $26. അത് വില കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടോ, ഓർഗനൈസറൊക്കെ 6 പീസ് സെറ്റാണ്. ഇങ്ങനത്തെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ഓർഗനൈസേഴ്സ് ഇതുപോലത്തെ, ഇതും $17. പിന്നെ ഞാൻ ഇതിങ്ങനെ അധികം കണ്ടിട്ടില്ല ഇവിടെ. നമ്മുടെ ഈ ചൂട് പാത്രങ്ങളൊക്കെ അടച്ചു വെക്കാനായിട്ടുള്ള ഒരു സംഭവം. അടച്ചു വെക്കാൻ മാത്രമല്ല, ഇങ്ങനെ എന്താ പറയുക, തുറക്കാനും പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അതും വന്നിട്ടുണ്ട് $14. ഇതൊക്കെ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ ഏരിയ കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ, നല്ല അടിപൊളി കേട്ടോ. ഇത് കണ്ടോ, കിങ് സൈസ് ക്വിൽറ്റ് സെറ്റാണ്, അതിന് $50. മിക്കവാറും സാധാരണ ഒരു ഷീറ്റിലൊക്കെ ഒരു $20-25 കിട്ടും കേട്ടോ. പക്ഷേ ഇവിടെ ചിലതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ക്യൂനിൻ്റേതിന് $30. കിങ്ങിൻ്റെ ആണെങ്കിൽ ഷീറ്റ് സെറ്റിന് $40. പക്ഷെ സാധാരണ വോൾമാർട്ടിലൊക്കെ ചിലപ്പം $25-30 കിട്ടും. ഇത് പക്ഷെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ മറ്റേതിനെ അപേക്ഷിച്ച്. ഇവിടെ വേറെ കുറേ സെക്ഷൻ ഉണ്ട് കേട്ടോ. ആ ഒരു സെക്ഷനൊക്കെ കണ്ടില്ല, അത് മൊത്തം ഗാർഡനിങ്ങിൻ്റെ സെക്ഷനാണ്. അതൊന്നും നമ്മൾ അങ്ങനെ അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പം നമ്മളിവിടെ ഇനി ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ വാങ്ങിക്കാൻ വന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ സാധാരണ ലെമൺ എടുക്കുന്നത്. നമ്മൾ വീട്ടിനാവശ്യത്തിനുള്ള നാരങ്ങയെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കും കേട്ടോ. ഈ ഒരു ടൈപ്പാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ലെമൺ വാങ്ങി. ഇനി നമുക്ക് ബാക്കി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാം. ഞാൻ ഡയറ്റ് തുടങ്ങിയോണ്ടേ അവകാഡോ നല്ലതായിട്ട് ചിലവാകുന്നുണ്ട്. അപ്പം ഞാനൊരു അവകാഡോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് നോക്കിയെടുക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ. ഏകദേശം ഇത് കൊള്ളാന്ന് തോന്നുന്നു. ഇതെന്തായാലും എടുക്കും. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ആപ്പിൾ എടുക്കും കേട്ടോ. ഹസ്ബൻഡ് കഴിക്കുന്ന രണ്ട് ഫ്രൂട്ട്സേ കഴിക്കത്തുള്ളൂ. ഒന്ന് ആപ്പിളും പിന്നെ മുന്തിരിങ്ങയും. അത് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പം ആൾക്ക് ആപ്പിൾ എടുക്കും. മതി. ഞാൻ മാറ്റി മാറ്റിയല്ലേ കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ പഴം എടുക്കും കേട്ടോ. സ്ഥിരം ഇവിടെ നമ്മൾ പഴം എടുക്കാറ്. വേണ്ട, അതിപ്പോൾ 2 ഇനിയുണ്ട്. വേണോ? നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത്തപ്പഴം ഇല്ലേ, അത് ഏത്തപ്പഴമായിട്ട് കിട്ടത്തില്ല. പക്ഷേങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കായപ്പഴം കിട്ടും കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പഴുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുകൂടെ ഒരെണ്ണം എടുത്തു. നമ്മൾ കയറാൻ പോകുന്ന ഏരിയ ഉണ്ടല്ലോ, നല്ല ഫ്രീസറിനകത്തോട്ടായിരിക്കും കേട്ടോ. ഭയങ്കര തണുപ്പുള്ള ഐറ്റംസ് വെക്കുന്ന ഭാഗമായിട്ട് അതിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് മോൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ തണ്ണിമത്തങ്ങയാണ്. അതെടുക്കാൻ പോകുന്നത്. അടുത്ത ദേഹുവിൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറി നമ്മൾ എടുത്തിട്ടു കേട്ടോ. പിന്നെ വാങ്ങിക്കുന്നത് നമ്മുടെ ചീരയാട്ടോ. ഞാൻ ഈ ചീരയാണ് എപ്പോഴും വാങ്ങിക്കുന്നത്. നല്ല. പിന്നെ നമ്മൾ ഒരു ബ്ലാക്ക്ബെറി വാങ്ങി. ബ്ലാക്ക്ബെറി ഇവിടെ കിട്ടും. പിന്നെ അതുപോലെ ചെറി. ഇത് ബ്ലാക്ക്ബെറി കിട്ടി. പിന്നെ ബ്ലൂബെറി. ഞാൻ ഡയറ്റ് തുടങ്ങിയ പിന്നെ ഞാനും ഇത് കഴിക്കും. നേരത്തെ ദേവ് മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു. ഇപ്പം ഞാനും ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മുന്തിരിങ്ങ ഈ വെറൈറ്റിയാണ് ഞങ്ങളുടെ അടുത്ത്. അപ്പം എല്ലാം ബേക്കറി ഐറ്റംസിൻ്റെ സെക്ഷനാണ്. ഇവിടെ കുറേ ഉണ്ട്. ഈ ക്രോസൻ്റൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇത്രയും വലിയ ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഡയറ്റാണല്ലോ, അതുകൊണ്ട് ഇതൊന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. പിന്നെ ഇതുപോലെ കേക്ക് കണ്ടോ. ഇവിടെ കേക്ക്സൊക്കെ നല്ല വിലക്കുറവാണ്. ഇവിടെ വന്ന് ഇത് നിങ്ങൾക്ക് പേരൊക്കെ എഴുതിക്കാം കേട്ടോ. ഇതിനൊക്കെ $20 ഉള്ളൂ. വെളിയിലൊക്കെ ഇത് ചിലപ്പോൾ $50-100 ആയിരിക്കും. ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പേരെഴുതിച്ച് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ വലിയ ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെയാണ്. ഇത് സാധാരണ കേക്കുണ്ട്, ചീസ് കേക്കുണ്ട്, അല്ലാത്ത എല്ലാം ചോക്ലേറ്റ് കേക്കുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം റെഡ് മീറ്റിൻ്റെ സെക്ഷനാണ്. ഇവിടെ കുറേ അത്യാവശ്യം എല്ലാ റെഡ് മീറ്റും ഉണ്ട്. പിന്നെ അതെല്ലാം ബൾക്ക് ക്വാണ്ടിറ്റി ആണെന്നേ ഉള്ളൂ. ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ നമുക്കത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് കണ്ട് ഇവിടെ മട്ടൺ അധികം കിട്ടത്തില്ല കേട്ടോ. കൂടുതൽ എല്ലാം ലാമ്പായിരിക്കും. ലാമ്പ് ചെറിയ കൊച്ചു മട്ടൺ ഇതിനുള്ള ലാമ്പ് ഐറ്റംസ് ആയിരിക്കും കൂടുതൽ. പിന്നെ ഇതെല്ലാം ചിക്കന്. പിന്നെ അങ്ങോട്ടെല്ലാം ഫിഷ് ഐറ്റംസ് ഒക്കെ കുറേ. ഇതെല്ലാം ഫിഷിൻ്റെ ഐറ്റംസ് കേട്ടോ. ഇനി അതെല്ലാം നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത ഐറ്റം വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ബീഫിൻ്റെ തന്നെ മാരിനേറ്റ് ചെയ്ത് അവരുടെ മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതും ഇവിടെ ബൾക്കായിട്ട് കിട്ടും. ചിക്കൻ്റെ ഉണ്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചതും അങ്ങനെയും കിട്ടും കേട്ടോ. ഇതെല്ലാം സാലഡ്സിൻ്റെ ഐറ്റംസ് കേട്ടോ. മെക്സിക്കൻ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ടാക്കോ സ്റ്റിക്സ്, പിന്നെ സാലഡ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒത്തിരി ഉണ്ട്. ഒത്തിരി വെറൈറ്റി സാലഡ്സ് ഉണ്ട്. ബൾക്കായിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാം. വലിയ വിലയൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് ഇത്രയും എണ്ണത്തിന് $11 ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 3 പേർക്ക് കഴിക്കാനുള്ള അളവുണ്ട് കേട്ടോ. ഇതൊക്കെ ചീസിൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ കേട്ടോ. ചീസ്, അതുപോലെ നമ്മുടെ പനീറൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഗോട്ടിൻ്റെ ചീസ്, ഇത് മച്ചിങ്കോ ചീസ്, പിന്നെ ഇതൊക്കെ അങ്ങനത്തെ കുറേ ചീസുണ്ട്. എനിക്കെന്നെ അറിയത്തില്ല ഇത് എന്തൊക്കെ തരത്തിലുള്ള ചീസാണെന്ന്. അതെല്ലാം ഇവിടെ ഇങ്ങനെ കിട്ടും കേട്ടോ. കുറേ ഉണ്ട്. ഇത് കണ്ടോ, മോസറല്ല ചീസ്. ബൾക്കൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇത് ഞങ്ങളുടെ മുട്ട, പാല്, അതിൻ്റെ എല്ലാ ഐറ്റംസ് കിട്ടുന്ന ഈ ഒരു കാത്താട്ടോ. ഇത് ഫ്രീസർ പോലെ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും വെളിയിൽ നിൽക്കുക, അകത്ത് കയറിയ തണുത്ത് മരവിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പാലും പിന്നെ മുട്ടയും വാങ്ങിക്കുന്നത്. ഏട്ടൻ കൊണ്ടുവരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഏട്ടൻ കൊണ്ടുവരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ കാണിക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കേരള പൊറോട്ട ഇവിടെ കിട്ടും. ഇതേ കണ്ടോ, ഇത് ഫ്രോസൺ ആയിരിക്കും, ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം.
അത് ഇവിടെ കിട്ടും. പിന്നെ പല പല നാട്ടുകാരുടെ പല പല ഐറ്റംസ്. ഇത് കണ്ടോ, മമ്മൂസ് അല്ല, ഇത് ബീഫ് പോട്ട് സ്റ്റിക്കേഴ്സാണ്. അങ്ങനത്തെ കുറേ ഐറ്റംസ്. പിന്നെ ചിക്കൻ, ഇത് കണ്ടോ, ചിക്കൻ ടിക്ക മസാല. അതായത് ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇത് ജസ്റ്റ് പോയി ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ നമ്മുടെ കൊറിയക്കാരുടെ കിംചി അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. ആള് മുട്ട കൊണ്ടുവന്നിട്ട്, ഞങ്ങൾ ഡയറ്റ് തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനം മുട്ടയാട്ടോ. അതുകൊണ്ട് അത് 2 എണ്ണം വാങ്ങി, 2 കേസ് വാങ്ങിയിട്ടുണ്ട്. ഈ പാലാണ് നമ്മൾ എടുക്കുന്ന ഏറ്റവും വോൾ മിൽക്ക്. ഇതാ നമ്മൾ വേണമെങ്കിൽ ഇതിപ്പോൾ വോൾ മിൽക്കാണ് നമ്മൾ എടുക്കുന്നത്. വേണമെങ്കിൽ റെഡ്യൂസ്ഡ് ഫാറ്റ് മിൽക്കും കിട്ടും കേട്ടോ. ഞങ്ങളിവിടെ കുടിക്കുന്നത് ഇതുപോലത്തെ ക്യാന് മിൽക്കാട്ടോ. അപ്പോൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അതായത് ഈ കിർക്ക്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ കോസ്കോയുടെ തന്നെ എന്താ പറയുക ബ്രാൻഡാണ്. അപ്പോൾ ഈ കിർക്ക്ലാൻഡിൻ്റെ ഈ വെള്ളമാണ് നമ്മൾ കുടിക്കാറുള്ളത്. ഇതിനകത്ത് 40 ബോട്ടിലുണ്ട് കേട്ടോ. ഒരു 1/2 ലിറ്ററിൻ്റെ 40 ബോട്ടിൽ വരും ഇത്, ഈ ഒരു കേസ്. ഈ ട്രാഷ് ബാഗൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഈ ഒരു ബാഗാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ. ഇത് ഒത്തിരി ഉണ്ട്. ഇത് ഞങ്ങൾ ആദ്യം 2-3 മാസം മുന്നേ വാങ്ങിയത് ഇതുവരെ തീർന്നിട്ടില്ല. അത് കുറേ എത്ര എണ്ണം ഉണ്ട്, 200 ബാഗുകളും കണ്ടുണ്ട് കേട്ടോ. അപ്പം അത് നല്ല. പിന്നെ ഇവിടെ മൊത്തം ടോയ്ലറ്റ് ക്ലീനിങ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ. ഞങ്ങൾ ഇവിടെ നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കോക്കനട്ട് വാട്ടർ ഓർഗാനിക്. ഞാൻ നിങ്ങളുടെ എന്താ പറയുക ഡയറ്റിൽ ഫുഡിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കത്തില്ല ഞാൻ കുടിക്കുന്ന കോക്കനട്ട് വാട്ടർ. അത് ഇതാട്ടോ, നല്ലതാണ്. പിന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇത്, പിന്നെ ഒരു പിങ്ക് കളറിലുണ്ട്. അത് പക്ഷേ ഇച്ചിരി കൂടെ ഷുഗറുള്ള ടൈപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് എടുക്കുന്നത്. ദേവുവിന് ഇതാണ് ഇഷ്ടം. ഇത് ആരുടെ ആയി കോക്കനട്ട് വാട്ടർ? നമ്മളുണ്ടല്ലോ കിർക്കിലാൻഡിന് തന്നെ ഓർഗാനിക് ഓറഞ്ച് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ. ഇത് 100% ഓർഗാനിക് ആണെന്നാണ് പറയുന്നത്. അറിയത്തില്ല സംഭവം ഇതാ കേട്ടോ. ഇത് $14 ഇതിന്. ഇച്ചിരി വില കൂടുതലാണ്. ഇപ്പം ഹസ്ബൻഡിന് വേണമെന്ന് വെച്ചിട്ട്, കാരണം ഞങ്ങൾക്ക് കോക്കനട്ട് വാട്ടർ എടുത്തിട്ടുണ്ടല്ലോ. ഈ കോക്കനട്ട് വാട്ടറാണ് ഞാൻ പറഞ്ഞത്. ഇത് അടിപൊളി ടേസ്റ്റാണ്. നല്ല ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ അകം. കണ്ടോ, പിങ്ക് കളറാണ്. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ കുറച്ച് ഷുഗർ കൂടുതലുള്ളതാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നെയ്യ് ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയത്തില്ല. അതിനകത്ത് ഞാൻ എടുത്തത് ഈ ബട്ടറാണ്. ഈ കിർക്കിലാൻഡിൻ്റെ തന്നെ. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ തരും കേട്ടോ. അപ്പം നമുക്ക് അയച്ചു നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ കിട്ടിയതാണ് ഇത്. കൂടുതൽ ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അധികം ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിലുണ്ടല്ലോ, ഇവിടെ മിക്സഡ് വെജിറ്റബിളിൻ്റെ കിറ്റ് കിട്ടും. ഫ്രോസൺ ആട്ടോ, $9. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരൊറ്റ കിറ്റിനകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. പുലാവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും. എന്തോ ദേവ് ചോദിച്ചേ? അതെന്തോ ഒരു എന്തോന്നറിയത്തില്ല. വേണ്ട, നമുക്കത് വേണ്ട. അത് നമുക്ക് എന്തിനാ? അത് വേണ്ട. ബാബാ വേണ്ട. ഓൾറെഡി വീട്ടിൽ ഇരിപ്പില്ലേ ഐസ്ക്രീം. പിന്നെ ഇവിടെ എല്ലാം പെറ്റ് ഫുഡ്സ് ഒക്കെ ഇവിടെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, പെറ്റ് ഫുഡ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറേ. കാരണം അവർക്കും വേണമല്ലോ ഇങ്ങനത്തെ ഐറ്റംസ്. അങ്ങനെ പെറ്റ്സിന് വേണ്ടിയിട്ട് കുറേ എണ്ണം ഉണ്ട്. കുറേ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസാണ്. അതായത് എന്താ പറയുക, ഇതൊക്കെ ഫ്രോസൺ ആക്കി വെച്ചേക്കുന്ന ഐറ്റംസാണ്. നിങ്ങൾക്ക് കൊണ്ടുപോയി ഫ്രൈ ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ കുക്ക് ചെയ്താൽ മാത്രം മതി എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തതാണ്. നമ്മൾ ചൂടാക്കിയാൽ മാത്രം മതി, അങ്ങനെ എന്തോ കേട്ടോ. ഞാൻ യൂസ് ചെയ്യാറില്ല. അതുപോലെ ഉണ്ടാകും കൊഞ്ചൊക്കെ ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അങ്ങനത്തെ ചിക്കൻ്റെ കുറേ ഐറ്റംസ് അങ്ങനെയല്ല. ഇവിടെ മുഴുവനും നമ്മുടെ എന്താ പറയുന്നത് ഇതുണ്ടോ, ബ്ലാക്ക് പെപ്പറിനൊക്കെ ഇവിടെ എത്രയാണെന്ന്. നമ്മുടെ നാട്ടിൽ നമ്മൾ സുലഭമായി കിട്ടുന്ന ബ്ലാക്ക് പെപ്പറൊക്കെ ഇവിടെ
വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഒലിവ് ഓയിൽ, പിന്നെ എന്താ പറയുക കൂടുതൽ സീസൺ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ. സോൾട്ട്, പെപ്പർ, അങ്ങനത്തെ കുറേ ഐറ്റംസാണ്. ഗാർലിക് പൗഡർ, പിന്നെന്താ ഇന്ത്യക്കാർ ഇവിടെ വന്നാൽ ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വെളിച്ചെണ്ണ. ഇവിടെ നിന്നാണ് വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത്. ഇതിന് $18 കേട്ടോ. പക്ഷെ ഇപ്പം വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്തേനെ കേട്ടോ. പിന്നെ കുറേ സീസണിൻ്റെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പെതുക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നെയ്യ് ഞാൻ എടുക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ബട്ടർ വെച്ചിട്ടുണ്ടാക്കും, ഇല്ല എനിക്ക് സമയം കിട്ടിയില്ല, അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ഞാൻ നെയ്യും എടുക്കാറുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതെല്ലാം സീസൺ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ബ്രൗൺ ഷുഗർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതെല്ലാം ബൾക്കായിരിക്കും, പക്ഷെ നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലതാട്ടോ. ഇതെല്ലാം പിക്കിൾസിൻ്റെ ഏരിയ. ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെന്ന്. ഇതുണ്ടോ, ഇതെങ്ങനെയാണെന്നറിയാമോ, ബീട്രൂട്ട് കട്ട് ചെയ്ത് പീൽ ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി നമ്മളിപ്പോൾ തോരൻ വെക്കാനാണെങ്കിൽ ഇതെടുക്കുക, അങ്ങോട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ കൊണ്ടുവന്ന് അങ്ങ് ഇതിനകത്ത് ഇട്ടാൽ മതി കുക്ക് ചെയ്യാൻ. അങ്ങനെ കുറേ ഇതുണ്ട്. ഇതെല്ലാം പിക്കിൾഡ് ഒലിവ്, പിന്നെ ഇതെല്ലാം ഒലിവാട്ടോ. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് സൺ ഡ്രൈഡ് ടൊമാറ്റോസാണ്. അതായത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയ ടൊമാറ്റോ കേട്ടോ. അതിനകത്ത് പക്ഷെ എണ്ണ ഉണ്ടല്ലോ, എനിക്കറിയാൻ പറ്റില്ല. ഇത് ബീൻ സാലഡ്. വന്നാൽ ദേവുവിൻ്റെ മെയിൻ അതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് കണ്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമെല്ലാം എടുക്കുക, ദേവുവിൻ്റെ മെയിൻ പരിപാടി. എന്നിട്ട് തിന്നത്തുമില്ല അവള്. ഇപ്പം നമ്മൾ പോകുന്നത് അരി ഐറ്റംസ് ഒക്കെ ഉള്ള ഏരിയ കേട്ടോ. ഇവിടെ നമ്മുടെ ബസ്മതി റൈസൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത്. ബസ്മതി റൈസ് മെയിനായിട്ടും ബസ്മതി റൈസ് ഇവിടെ നിന്നായിട്ട് എടുക്കുന്നത്. ഈ ഒരു ബ്രാൻഡാണ് നമ്മൾ എടുക്കുന്നത്, റോയലിൻ്റെ ബസ്മതി റൈസ്. പിന്നെ ഞാൻ ഇവിടെ നിന്നൊരു ക്രോപ്പ് ടൈസ് വാങ്ങി കേട്ടോ. കണ്ടോ, ഇത് ഈ ഒരു ടൈപ്പാട്ടോ ഇത് വരുന്നത്. കണ്ടോ, വീട്ടിലിടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മീഡിയം ആണ് എടുത്തത്. അതിന് $9 കേട്ടോ. പക്ഷെ നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇവിടെ കുറേ ചോക്ലേറ്റ്സ് നിങ്ങൾ നോക്കിയാൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ്സ്, ഡ്രൈ നട്ട്സ്, പിന്നെ ഇതുപോലെ ലോഷൻസ്, പിന്നെ മെഡിസിൻസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിലൂടെയൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാഷ്യൂ നട്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് എത്രയായിരുന്നു? $13. അതുകൂടെ എടുത്തു കേട്ടോ. കണ്ടോ ഇവിടുത്തെ തിരക്കുണ്ടോ, ഫുള്ളൊന്ന് തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുള്ള് ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനത്തിനൂടെ ചേർത്ത് $160 ആയിട്ടുണ്ട് കേട്ടോ. യൂഷ്വലി $100 ഒക്കെ ആവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളധികം എന്താ പറയുക, ഫ്രൂട്ട്സും ഇതൊക്കെ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഫ്രൂട്ട്സും വെജിറ്റബിളും പിന്നെ വെള്ളവും ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇത്ര ആയിട്ടോ, $160. യൂഷ്വലി ഒരു മാസത്തേക്ക് ഉള്ളതാണ് വാങ്ങിയേക്കുന്നത്. അപ്പം നമ്മുടെ കോസ്കോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുക കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷോപ്പിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമുക്കിനി അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.